ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഗ്രീൻ ആരോസ് ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു മാർക്കറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ട്രേഡുകൾ എന്ന് പറയുന്നത് നിഫ്റ്റി ആണെങ്കിൽ താഴേക്കും മറ്റുള്ള സ്ക്രിപ്റ്റുകളിൽ നമ്മൾ കോൾ സൈഡിലേക്ക് കിട്ടുന്ന രീതിയിലായിരുന്നു എല്ലാ ട്രേഡുകളും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നിഫ്റ്റി എന്ത് ചെയ്തു? ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു, ചെറിയൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് എന്ത് ചെയ്തു? അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് സെൽ ഓഫ് തരുന്ന രീതിയിലാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്തത്. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നല്ലൊരു സെല്ലിംഗ് വോളിയം അല്ലെങ്കിൽ സെല്ലിംഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വളരെ സ്ലോ ആയിട്ട് പതുക്കെ മാർക്കറ്റ് എന്ത് ചെയ്തു? താഴെ വന്നു. ഒരു ഓപ്ഷൻ ബയർക്ക് ചിലപ്പോൾ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത കുറവാണ്, ചെറിയ പോയിന്റുകൾ മാത്രമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്ത ഒരാൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലായിരുന്നു മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളും ഇന്ന് രാവിലെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്തിരുന്നത് 25,186 താഴെ വരുന്ന സമയത്ത് 25,186 ഈ ഹാമർ ക്യാൻഡിൽ താഴെ വരുന്ന സമയത്ത് 25,134 എന്നുള്ള ലെവല് ടാർഗറ്റ് ചെയ്തിട്ടാണ് ഒരു ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് നല്ലൊരു സെല്ലോപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു 3 ക്യാൻഡിൽ അല്ലെങ്കിൽ 4 ക്യാൻഡിൽ സെല്ലോപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സ്ലോ ആൻഡ് സ്റ്റഡി ആണ് മാർക്കറ്റ് വന്നത് എന്നുള്ളതുകൊണ്ട് വലിയ പ്രീമിയത്തിൽ വലിയ പമ്പിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആണെങ്കിൽ പോലും നമ്മൾ പ്രോഫിറ്റിലാണ് ട്രേഡിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ള. ഇപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്ന് എടുത്ത ട്രേഡുകൾ. ഇനി നാളേക്കുള്ള നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്, നിലവിൽ നിഫ്റ്റിയിൽ നമ്മളൊരു ബുള്ളിഷ് വ്യൂ മെയിൻറ്റെയിൻ ചെയ്തിട്ടല്ല പോകുന്നത് എന്നുള്ളതാണ്. നിഫ്റ്റി സൈഡ് വൈസ് ആവാം, പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ നിഫ്റ്റി എന്ത് ചെയ്യണം? ഒരു ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇന്ന് സത്യം പറഞ്ഞാൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഒരു ഡൗൺ സൈഡ് ട്രെൻഡാണ്. ഒരു നല്ല ഡെയിലി ക്യാൻഡിലൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സെല്ലിംഗ് തന്നെയാണ് നിഫ്റ്റിയിൽ കാണിച്ചിട്ടുള്ളത്. 0.21% എന്ത് ചെയ്തിട്ടുണ്ട്? ഡൗൺ സൈഡ് ആണ് ക്ലോസ് ചെയ്തിട്ടുള്ളതാണ്. സെൻസെക്സ് 0.18% ഡൗൺ സൈഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിയും സെൻസെക്സും മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് താഴെ വന്നത് നിഫ്റ്റിയും സെൻസെക്സും മാത്രമാണ്. നാളെ നമുക്ക് സെൻസെക്സിന്റെ എക്സ്പയറി ഉണ്ട് ആണെങ്കിൽ പോലും 25,198 മുകളിൽ മാർക്കറ്റിൽ വന്നാൽ മാത്രമാണ് നാളെ നിഫ്റ്റിയിൽ നമ്മൾ കോൾ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ 25,260 എന്നുള്ള ലെവല്, 25,258 അല്ലെങ്കിൽ 60 എന്നുള്ള ലെവലുകൾ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ടാർഗറ്റ്. 25,260 എന്നുള്ള ലെവലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഈ ലെവലിലേക്ക് മാർക്കറ്റ് വരും എന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. വലിയ ഗ്യാപ്പുകൾ, അതായത് 25,250 260 എന്ന ലെവലിൽ പിന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു യു ടേൺ എടുത്ത് പോവുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ളൂ കോൾ സൈഡിലേക്ക്. ഇനി പുട്ട് സൈഡിലേക്കാണെങ്കിൽ ഈ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് ഡൗൺ സൈഡ് പോയാൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പുട്ട് സൈഡിലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിനകത്തുള്ള ട്രേഡുകൾ 25,134 25,200 എന്നുള്ള ലെവലിനകത്തുള്ള ട്രേഡുകൾ നമ്മൾ ചെയ്യുന്നില്ല. അവിടെ സൈഡ് വൈസ് മൊമെന്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആയിരുന്നു ഇന്ന് നിഫ്റ്റി ബാങ്ക് ഓപ്പൺ ചെയ്തതിനു ശേഷം ഒരു ഫസ്റ്റ് ക്യാൻഡിൽ നല്ല വോട്ടാലായിരുന്നു. അതിനുശേഷം താഴെ വന്നു. ഇന്നലത്തെ ക്ലോസിംഗിന്റെ അതിലേക്ക് മാർക്കറ്റ് നല്ലൊരു സ്ട്രെങ്തോട് കൂടിയാണ് വന്നത്. അതിനുശേഷം ഒരു സൈഡ് വൈസ് മാർക്കറ്റായി തീരുകയാണ് ചെയ്തത്. നിഫ്റ്റി ബാങ്കിൽ 51,640 മുകളിൽ പോവാതെ നമ്മൾ ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? 51,335 താഴെ വരുന്ന സമയത്ത് പുട്ട് സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇതിനകത്ത് ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. ഇനി നാളെ സെൻസെക്സിന്റെ എക്സ്പയറി ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ പ്രീമിയത്തിന് മൂവ്മെന്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് സെൻസെക്സ് ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു 82,000 എന്നുള്ള റൗണ്ട് ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഡൗൺ സൈഡിലേക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. മുകളിലേക്ക് ആണെങ്കിൽ ഇന്നത്തെ ക്ലോസിംഗ് ആയ 82,408 മുകളിൽ വന്നാൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ കോൾ സൈഡിലേക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ 82,600 710 എന്നുള്ള ലെവലിൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റും കോൾ സൈഡിലേക്ക്. ഡൗൺ സൈഡ് വരികയാണെങ്കിൽ 82,000 താഴെ വരികയാണെങ്കിൽ പിന്നെ വലിയ ടാർഗറ്റ് 81,848 വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്കറ്റിൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നാളേക്കുള്ള നമ്മുടെ മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും